rithus റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ സൂപ്പാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടുവെച്ച് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ എൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പൊ സബ്സ്ക്രൈബ് ആദ്യം തന്നെ ഒരു ഫ്രൈങ് പാനിലേക്ക് അല്പം കരിവേപ്പിൻ്റെ ഇലയും അല്പം കുരുമുളകും അല്പം ഉലുവയും കൂടി നമുക്കൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്യണം. ഇപ്പതാ നമ്മളെ കരിവേപ്പിൻ്റെ ഇലയും ഉലുവയും അതുപോലെ കുരുമുളകും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പതാ നന്നായി പൊടിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 10-12 ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം, പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഞാനിവിടെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ചെമ്മീൻ ആവണ നേരം കൊണ്ട് നമ്മളിവിടെ ഒരു ഫ്രൈങ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചിട്ടുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിച്ചാലും മതി. ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് 1 സ്പൂണോളം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരണം. ഇപ്പൊ നമ്മളെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇടുന്നുണ്ട്. ഇതും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിന്റെ പകരം ലെമൺ ജ്യൂസ് ഒഴിച്ചാലും മതി. ഇതാ നമ്മളെ തക്കാളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം നമ്മളിത് ആ ചെമ്മീൻ നോക്കിയപ്പോൾ ചെമ്മീൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഈ വെന്ത ചെമ്മീനിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് തക്കാളിയും ഉള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ പൊടിച്ച് വെച്ച കരിവേപ്പിൻ്റെ ഇലയും ഉലുവയും അതുപോലെ കുരുമുളകും കൂടി നമ്മൾ ഈ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അല്പം നേരം കൂടി ഒന്ന് കുക്ക് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ നമ്മളെ ചെമ്മീൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ കുടിക്കണം കേട്ടോ. അപ്പൊ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നാളെ വേറെ റെസിപ്പി ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. അതുവരെ ബൈ ബൈ.